ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് പറയുന്നത്. അതായത് സ്മാർട്ട് വഴിയാണ് നമ്മൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് പഞ്ചായത്തിലേക്ക്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണമെന്നുള്ളതാണ് പറയുന്നത്. അതിനാദ്യം നമ്മൾ ഗൂഗിളിൽ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ ആദ്യത്തെ ഓപ്ഷൻ സ്മാർട്ട് ഡെലിവറി ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നിന്ന് നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി കയറി പോകാം. അല്ലാതെ ഉള്ളവരാണെങ്കിൽ ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ വഴി കയറാം. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ നൽകുക. അപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. സെൻഡ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ OTP അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. മുകൾ ഭാഗത്തായി കുറെ മൈ ആപ്ലിക്കേഷൻ, ന്യൂ ആപ്ലിക്കേഷൻ, പേയ്മെന്റ്സ്, മൈ ഡോക്യുമെന്റ്സ് അങ്ങനെ കിടപ്പുണ്ട്. അതിൽ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി ടാക്സ് ഇടതുവശത്തായി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് ഒരു ബോക്സ് പോലെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3-4 സർട്ടിഫിക്കറ്റുകളുണ്ട്. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ്, ഓണർഷിപ്പ് അങ്ങനെ. നമുക്ക് റെസിഡൻസ് ആണ് വേണ്ടത്. നമ്മൾ റെസിഡൻസിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്കിപ്പം ഇവിടെ ഏത് ലിങ്കിലാണ് എടുക്കുന്നത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുവശത്തായി കാണുന്ന സെർച്ച് എന്നുള്ള ബട്ടണിൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അവിടെ അത് ടൈപ്പ് ചെയ്ത് നൽകുക. നമുക്ക് റെസിഡൻസ് ആണ് വേണ്ടത്. നമ്മൾ റെസിഡൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായി റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഇത് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നമ്മൾ നേരത്തെ പോലെയുള്ള വിൻഡോയിലാണ് പ്രവേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാൻ വേണ്ടി ആയതുകൊണ്ട് വോട്ടർ ID എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. പിന്നീട് വരുന്ന വിൻഡോയിൽ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്നുള്ളതിന് താഴെയായി നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി എന്നുള്ളിടത്ത് നമ്മുടെ പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ ഏതെന്ന് സെലക്ട് ചെയ്യുക. പഞ്ചായത്താണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ബോക്സിലായി നിങ്ങൾ ഏത് പഞ്ചായത്തെന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം നമ്മുടെ വാർഡ് സെലക്ട് ചെയ്യുക. തൊട്ട് താഴത്തെ ബോക്സിലായി നമ്മുടെ വീട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ട് നമ്പര്, ബിൽഡിംഗ് ഓണറുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ തൊട്ട് താഴെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ വലതുവശത്തായി കാണുന്ന ആ ഒരു കണ്ണിന്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ തെളിഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ബിൽഡിംഗ് ഓണറുടെ പേര്, ബിൽഡിംഗ് അഡ്രസ്സ്, വാർഡ് നമ്പര്, വാർഡിന്റെ പേര്, വീട്ട് നമ്പര് എല്ലാമായിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴത്തെ ആപ്ലിക്കന്റ് ഡീറ്റെയിൽസ് എന്നുള്ളത്, അതായത് നമ്മൾ വോട്ടർ IDക്ക് അപേക്ഷിക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഓണർ തന്നെയാണ് അപേക്ഷിക്കുന്നത് എന്നില്ല. അയാളുമായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ അവിടെ ബന്ധം സെലക്ട് ചെയ്യുക. അതായത് ആപ്ലിക്കന്റ് ആരാണോ, ബിൽഡിംഗ് ഓണർ തന്നെ ആണെങ്കിൽ സെൽഫ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അതല്ല മറ്റാരെങ്കിലും, അയാളുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ, അതായത് ഭാര്യയാണെങ്കിൽ വൈഫ്, മകനാണെങ്കിൽ സൺ, അങ്ങനെ സെലക്ട് ചെയ്യുക. അതല്ല വാടകക്കാരനാണെങ്കിൽ ഒക്കുപ്പയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതല്ല ക്ലോസ് റിലേറ്റീവ് എന്നുള്ളതാണെങ്കിൽ ഈ മകനോ മകളോ ഭാര്യയോ അല്ലാതുള്ള മറ്റാരെങ്കിലും. അങ്ങനെ എന്താണോ നമ്മൾ ആ ബിൽഡിംഗ് ഓണറുമായിട്ട് വരുന്ന ബന്ധം അതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെയിം ഓഫ് ആപ്ലിക്കന്റ്, അതായത് ആർക്കാണോ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ പേരാണ് ഇവിടെ നൽകുന്നത്. തൊട്ടടുത്ത ബോക്സിലായിട്ട് അയാളുടെ ഫോൺ നമ്പർ ആപ്ലിക്കന്റിന്റെ, അതിനുശേഷം ആപ്ലിക്കന്റിന്റെ ആധാർ നമ്പർ, ഇത്രയും നൽകിയതിനു ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് താഴെ ആഡായി വരും. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഡോക്യുമെന്റ്സ് ഉള്ളതിന് തൊട്ട് താഴെയായി റേഷൻ കാർഡ്, അല്ലെ മാരേജ് സർട്ടിഫിക്കറ്റ്, അല്ലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളിടത്ത്, അതായത് ആപ്ലിക്കന്റിന്റെ ആണ് ഇതെല്ലാം. നമ്മൾ റേഷൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ റേഷൻ കാർഡ് ഡേറ്റ് ഉണ്ടെങ്കിൽ, അതായത് റേഷൻ കാർഡിന്റെ ഫ്രണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടായിരിക്കും, അത് ടൈപ്പ് ചെയ്ത് നൽകുക. റേഷൻ കാർഡ് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകുക. അതല്ല മാരേജ് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ആണ് നൽകുന്നതെങ്കിൽ ഇതേപോലെ ഡോക്യുമെന്റ് നമ്പർ, ഡോക്യുമെന്റ് ഡേറ്റ്, അതിനുശേഷം അത് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുക.
അതിന് തൊട്ട് താഴെ അഫിഡവിറ്റ് ഓഫ് ഓണർ അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ് എന്നുള്ളിടത്ത് വാടകക്കാരനാണെങ്കിൽ വാടക ചീട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകുക. അതിന് മുമ്പായി ഡോക്യുമെന്റ് നമ്പർ എന്നുള്ളിടത്ത് നമ്പർ ഉണ്ടെങ്കിൽ നൽകുക, അല്ലെങ്കിൽ 0 അടിച്ചാൽ മതി. ഡോക്യുമെന്റ് ഡേറ്റ് എന്നുള്ളിടത്ത് വാടകക്കാരനാണെങ്കിൽ ഡോക്യുമെന്റ് ഡേറ്റ് എന്നുള്ളിടത്ത് ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വാടക ചീട്ട് അറ്റാച്ച് ചെയ്ത് നൽകുക. അതല്ലെങ്കിൽ അഫിഡവിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണോ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ എഴുതി വെക്കുക. അതായത് ഫ്രം എഴുതി നമ്മുടെ പേരും അഡ്രസ്സും എഴുതുക. ടു പഞ്ചായത്ത് സെക്രട്ടറി, ഏത് പഞ്ചായത്താണെന്നുള്ളത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ആർക്കാണെന്ന് വെച്ചാൽ നൽകുക. അതിനുശേഷം നമുക്ക് വോട്ട് ലിസ്റ്റ് പേര് ചേർക്കുന്നതിനായി ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തരണമെന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു അഫിഡവിറ്റ് എഴുതി നമ്മുടെ പേര് എഴുതി ഒപ്പിട്ട് അത് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുകയാണ് അഫിഡവിറ്റ് എന്നുള്ളത് ചെയ്യുന്നത്. ഇത്രയും നൽകിയതിനു ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ്, അതായത് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം, വോട്ടേഴ്സ് ID എന്നുള്ളത് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തതുകൊണ്ട് അവിടെ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് എന്ന് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം കാണിക്കുന്ന ഒരു പ്രിവ്യൂ നമുക്ക് ലഭ്യമാകും. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ നൽകിയ അറ്റാച്ച്മെന്റും എല്ലാം കാണിക്കും. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന എഗ്രീഡ് എന്നുള്ളിടത്ത് ഒരു ബോക്സ് ഉണ്ട്, അത് ആക്റ്റീവ് ആക്കുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കന്റ് നെയിം എന്ന് കാണിക്കുന്നതും ആപ്ലിക്കന്റിന്റെ ഫോൺ നമ്പറും കാണിക്കുന്ന രണ്ട് ബോക്സുകളുണ്ട്. അതിന് തൊട്ട് അടുത്തായി ആപ്ലിക്കന്റിന്റെ, അതായത് ഓണറുടെ അല്ല, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ള ആരാണോ അവരുടെ ഫോൺ നമ്പറാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ വെരിഫൈഡ് എന്ന് കാണിക്കും. അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ആകുമ്പോൾ നമ്മൾ നൽകിയ ആപ്ലിക്കേഷന്റെ ഒരു അക്നോളജ്മെന്റ് നമുക്ക് ലഭ്യമാകും. അഥവാ അക്നോളജ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഹോം പേജിൽ മൈ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നൽകിയ ആപ്ലിക്കേഷന്റെ അക്നോളജ്മെന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് വോട്ടർ ഐഡിക്ക് വേണ്ടിയുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.